എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും ഇപ്പോൾ നാട്ടിലെ ഒരു ക്ലൈമറ്റാണേ, ഒരു 35-40 ഡിഗ്രി ഒക്കെ ഉണ്ട് ചൂട്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ വിചാരിക്കും ഗാർഡനിങ് ആണ്, പക്ഷേ ഗാർഡനിങ് അല്ല കേട്ടോ. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ദൂരെയൊന്നുമല്ല പോകുന്നത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്നുള്ളത്. ഞാൻ ശരിക്കും കാനഡയിലെ നയാഗ്ര ഫോൾസ് എന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുള്ളൂ. അപ്പോൾ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. പിന്നെ നമ്മുടെ ഈ നയാഗ്ര ഫോൾസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പറയാൻ. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാറിലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിസരത്തെങ്ങും നമുക്ക് പാർക്കിംഗ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. അതുപോലെ ഭയങ്കര ബിസി ആയിട്ടുള്ള റോഡാണ് ഈ റോഡുകളെല്ലാം തന്നെ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലിഫ്റ്റൺ ഹില്ലിൽ കൂടിയാണ്. ക്ലിഫ്റ്റൺ ഹിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നയാഗ്ര ഫോൾസിൻ്റെ തൊട്ട് മുകളിലേക്കുള്ള റോഡാണ്. ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ശരിക്കും നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ക്ലിഫ്റ്റൺ ഹിൽ എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും നമുക്ക് ക്ലിഫ്റ്റൺ ഹിൽ പാസ് കിട്ടും. അതിലാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ രാത്രിയിലാണ് ശരിക്കും ഇതിൻ്റെ ഭംഗി കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ അതും ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. ഈ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ രണ്ടാമത്തേതാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം. അപ്പോൾ ഇതുണ്ടായതെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 12,000 വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം ഉണ്ടായത്. 12,000, അതായത് 12,000 years ago ആണ് ഇത് ഉണ്ടായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര വർഷം പഴക്കമുണ്ടെന്ന്. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം അല്ലേ. അപ്പം അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഫുൾ ഐസ് ആയിരുന്നു. ആ ഐസ് മലകൾ എല്ലാം ഉരുകി ഇവിടെ വലിയൊരു മാസീവായിട്ടുള്ള ഒരു കായൽ, അതായത് വലിയൊരു കായൽ രൂപപ്പെട്ടു. അതാണ് ഗ്രേറ്റ് ലേക്സ് എന്ന് പറയും. ഈ ഗ്രേറ്റ് ലേക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ കായലുകൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ കായലുകളിലൊന്നാണ് ലേക്ക് എറി എന്ന് പറയുന്നത്. ആ ലേക്ക് എറിയിൽ നിന്നുള്ള വെള്ളം ശരിക്കും ഒരു പോയിന്റിലെത്തിയപ്പോൾ അത് കുത്തനെ താഴേക്ക് വീണ് അങ്ങനെ അത് കണ്ടിന്യൂസ് അങ്ങനെ ഒഴുകാൻ തുടങ്ങി. വേറൊരു ലേക്കായിട്ടുള്ള ലേക്ക് ഒണ്ടാരിയയിലേക്ക് അങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അതങ്ങനെ ഒരു സ്റ്റീപ്പായിട്ടുള്ള, അത് കുത്തനെയായിട്ടുള്ള ഒരു ഫോർമേഷനായിട്ട്, ഒരു കുത്തനെയുള്ളൊരു ഒഴുക്കായിട്ട് തുടർന്നു. അങ്ങനെ അത് പിന്നീട് ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെയുള്ള വെള്ളച്ചാട്ടമായി. ഇത് പറയാൻ ഞാൻ മറന്നുപോയി. ശരിക്കും നമ്മുടെ ഈ നയാഗ്രയിൽ 2 വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ. ഒന്ന് അമേരിക്കൻ സൈഡിൽ നിന്നുള്ള നയാഗ്ര ഫോൾസും അല്ല നയാഗ്ര വെള്ളച്ചാട്ടവും, പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കനേഡിയൻ സൈഡിൽ നിന്നുള്ളതും. ശരിക്കും ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഈ കനേഡിയൻ സൈഡിൽ നിന്നുള്ളതാണ്. ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ അവിടേക്ക് പോകണം. പിന്നെ ഈ നമ്മുടെ വാട്ടർഫോൾ, അതായത് നമ്മുടെ വെള്ളച്ചാട്ടം ശരിക്കും നിൽക്കുന്നതെന്ന് വെച്ചാൽ 180 അടി ഹൈറ്റിലാണ് കേട്ടോ. തറയിൽ നിന്നും 180 അടി ഹൈറ്റിലാണ്. അപ്പോൾ ആ 180 അടിയിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വീഴുന്നത്. അത് 1 മിനിറ്റിൽ 1,68,000 ക്യൂബിക് മീറ്റർ വാട്ടർ, അതായത് 1 മില്യൺ ബാത്ത് ടബുകൾ നിറയാൻ പാകത്തിനുള്ള വെള്ളം ഇത് 1 മിനിറ്റിൽ താഴേക്ക് ഒഴുക്കുന്നുണ്ട്. ഇത് ചെന്ന് വീഴുന്നത് ലേക്ക് ഒണ്ടാരിയോ എന്ന് പറഞ്ഞാൽ, അതായത് ഒണ്ടാരിയോ കായലിലേക്കാണ് കേട്ടോ. ഇനി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാലം കണ്ടോ. ഇത് ശരിക്കും കാനഡയിലെ നയാഗ്ര ഫോൾസിനെയും US നയാഗ്ര ഫോൾസിനെയും തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അതായത് ഇതിൻ്റെ പേര് റെയിൻബോ ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൻബോ പാലം എന്നാണ്. ഇതിലെ കൂടെ നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം. പകുതി വരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. പകുതി ആകുമ്പോഴത്തേക്കും അവിടെ US-ൻ്റെയും കാനഡയുടെയും ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, അതായത് പതാക വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്ക് പോയി തിരിച്ചു വരാം. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടങ്ങൾ കാണുകയും ചെയ്യാം. പിന്നെ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് വിസയോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിറ്റിസൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് മതി. ഈ കാണുന്നതാണ് US സൈഡിൽ നിന്നുള്ള വെള്ളച്ചാട്ടം. ഇത് നമ്മുടെ കാനഡയുടെ. എന്ത് രസമല്ലേ കാണാനായിട്ട്. ശരിക്കും നമ്മളതിൻ്റെ താഴെ പോയി നിന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട്. അതിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ 2-3 എണ്ണമൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ.
ഇനി ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ റെഡ് കളർ കണ്ടോ, നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. അത് ശരിക്കും ബോട്ടാണ് കേട്ടോ, ഇവിടുത്തെ ക്രൂസാണ്, സിറ്റി ക്രൂസ്. അത് ഇതെന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. നമുക്ക് ബോട്ട് യാത്രയ്ക്ക് പോകാം. ശരിക്കും നമ്മൾ ഈ ഫോൾസിൻ്റെ നേരെ അടിയിൽ പോയാണ് നിൽക്കുന്നത്. ഈ നയാഗ്ര ഫോൾസിൻ്റെ ശക്തിയും അതുപോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള മിസ്റ്റൊക്കെ ആസ്വദിക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ബോട്ട് യാത്ര. പിന്നെ കാനഡയുടെ ക്രൂയിസാണ് ഈ റെഡ് കളർ കാണുന്നത്, അതുപോലെ തന്നെ US-ൻ്റെതാണ് ബ്ലൂ കളർ. ഇത് രണ്ടും ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടും നേരെ ഓപ്പോസിറ്റ്, അപ്പുറം ഇപ്പുറം നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് എല്ലാ 30 മിനിറ്റ്സിലും ഈ ബോട്ട് ഉണ്ട്, ക്രൂസ് ഉണ്ട്. അപ്പോൾ പുതിയ ട്രിപ്പ് ഓരോ 30 മിനിറ്റ്സിലും സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു 30 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിനൊരു പർട്ടിക്കുലർ ഫീ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ പേ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചില പാക്കേജുകളിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇത് US-ൽ നിന്നുള്ള ബോട്ടാണ് ഈ പോകുന്നത്. അതുപോലെ കാനഡയിൽ നിന്നുള്ളത് ഇതാ വരുന്നു, പോയിട്ട് തിരിച്ചു വരുന്നു. അറ്റ് എ ടൈം ഒരെണ്ണേ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. എപ്പോഴും നിങ്ങളെപ്പോൾ നോക്കിയാലും അവിടെ ശരിക്കും ഫോൾസിൻ്റെ ആ സൈറ്റിൽ ഒരു ബോട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്ന് തിരിച്ചു വരും. ആ ഒരു രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഇത്രയും ദൂരെ നിന്ന് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ബോട്ട് ഇത്രയും കുഞ്ഞായിട്ട് തോന്നുന്നത്. നമുക്ക് നടക്കാൻ പോലും എപ്പോഴും ബിസിയുള്ള ഏരിയയാണിത്. പിന്നെ ഇവിടുന്ന് ബസ്സുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും 3-4 ടൈപ്പ് ബസ്സുകളുണ്ട്. ഒന്ന് കോച്ച് കാനഡ എന്ന് പറയും. കോച്ച് കാനഡ ശരിക്കും ഡെയിലി ഉള്ളതാണ്. അത് ടൊറൻറ്റോയിൽ നിന്ന് അതുപോലെ തന്നെ ബഫലോയിൽ നിന്ന്. ബഫലോ എന്ന് പറഞ്ഞാൽ US ബോർഡറാണ്. നമുക്ക് ഇവിടുന്ന് 20 to 25 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു 20-25 മിനിറ്റ്. അപ്പോൾ അവിടുന്ന് നയാഗ്ര ഫോൾസിലേക്കുള്ള ടൊറൻറ്റോ ടു നയാഗ്ര ഫോൾസ് അല്ലെങ്കിൽ ബഫലോ ടു നയാഗ്ര ഫോൾസ്, അതുപോലെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡെയിലി ആയിട്ടുള്ള ഒരു ഇതാണ് കോച്ച് കാനഡ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ബസ്. അതേപോലെ നമുക്ക് ഇവിടെ തന്നെ പോകാനാണെങ്കിൽ സിറ്റി ട്രാൻസിറ്റ് ഉണ്ട്, നയാഗ്ര സിറ്റി ട്രാൻസിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ടൂറിസ്റ്റ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആണ് 2 ഡേയ്സ് അല്ലെങ്കിൽ എത്ര ദിവസമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ദിവസം നമുക്ക് ആ ബസ് പാസും ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്. പിന്നത്തെ ബസ് എന്ന് പറഞ്ഞാൽ മെഗാ ബസ്സാണ്. അത് ടൊറൻറ്റോ ടു ഫോൾസിൽ നിന്ന് ന്യൂയോർക്ക് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ സിറ്റികളിൽ നിന്ന്, മെയിൻ സിറ്റികളിൽ നിന്ന് ലൈക്ക് ഹാമിൽട്ടൺ, ടൊറൻറ്റോ, ബഫലോ അങ്ങനെയുള്ള എല്ലാ മെയിൻ സിറ്റികളിൽ നിന്നും ഇങ്ങോട്ട് ഷട്ടിൽ ബസ്സുകളുണ്ട്. അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ കാൽനടക്കാർ അല്ലെങ്കിൽ പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നിങ്ങൾക്കറിയാം, ഇവിടെ ഉള്ളവർക്കറിയായിരിക്കും. നമ്മൾ ഇവിടെ വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്കൈലൺ ടവർ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 770 അടിയാണ്, അതായത് 770 ഫീറ്റാണ്. ഈ സ്കൈലൺ ടവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്. നിങ്ങൾ ഈ മഴവില്ല് കണ്ടോ? ഈ മഴവില്ല് ഇവിടെ മിക്കവാറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ പാലത്തിന് മഴവിൽ പാലം അല്ലെങ്കിൽ റെയിൻബോ ബ്രിഡ്ജ് എന്നുള്ള പേര് വന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു മുമ്പ്.
ഇവിടെ നിങ്ങൾ ഈ സ്കൈലോൺ ടവറിൽ ഒരു യെല്ലോ കളർ ഒരു കുഞ്ഞ് സാധനം വരുന്നത് കണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലിഫ്റ്റാണ് കേട്ടോ. ഈ സ്കൈലോൺ ടവറിലേക്ക് മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റാണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ആമ ഇഴഞ്ഞു വരുന്ന പോലെ ഇരിക്കുവേ. കണ്ടാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഈ സ്കൈലോൺ ടവറിൻ്റെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ആ റൗണ്ട് പാർട്ട് കണ്ടോ? അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നയാഗ്ര ഫോൾസ് കാണുന്നത്. നയാഗ്ര ഫോൾസ് മാത്രമല്ല, ഈ നയാഗ്ര സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിൽ പോകണം, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. ഫുള്ള് ലൈറ്റ്സ് ആയിരിക്കും, അപ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ പകലാണെങ്കിൽ നയാഗ്ര ഫോൾസിൻ്റെ ആ വ്യൂ എന്ന് പറയുന്നത്, ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും കുറച്ച് പേരെങ്കിലും. അതുപോലെ തന്നെ ഇതിനകത്തും ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ബസ് വരുന്നുണ്ട്, ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമ്മൾ സ്കൈലോൺ ടവറിലെത്തി. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഈ സ്കൈലോൺ ടവറിൽ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നയാഗ്ര സിറ്റി മുഴുവൻ 360 ഡിഗ്രിയിൽ കറങ്ങി കാണാനായിട്ട് പറ്റും. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ. അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് ഒരു റിവോൾവിംഗ് ഡൈനിങ് റൂമുണ്ട്, അതുപോലെ സമ്മിറ്റ് സ്യൂട്ട് ബഫറ്റും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് കൊണ്ട്, അതായത് അതിന് മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ ഈ നയാഗ്ര ഫോൾസ് കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ഓപ്ഷനാണ് തരുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നൈറ്റാണ് കാണേണ്ടത്, നല്ല ഭംഗിയാണ്.
ഇത് ശരിക്കും നമ്മുടെ ശരിക്കുള്ള നയാഗ്ര ഫോൾസിൻ്റെ സൈറ്റിൽ നിന്നും കുറച്ച് മാറിയാണേ ഉള്ളത്. അപ്പം നമ്മൾ വണ്ടിക്ക് വരുവാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു രസമായിരുന്നു അതിൻ്റെ മുകളിൽ. നമ്മുടെ നയാഗ്ര ഫോൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ നയാഗ്ര ഗോർജിലെത്തുമ്പോൾ ശരിക്കും അതിൻ്റെ ഡയറക്ഷൻ മാറുവാണ്. നേരെ തലതിരിഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവിടെ ഒരു വേൾപൂൾ ഫോം ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് കേട്ടോ. പണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം ഇവിടെ വരുന്നവരുണ്ടായിരുന്നു എന്നാണ് ശരിക്കും ഞാനിത് വായിച്ചപ്പം അറിഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ 1800-ലാണ് ഈ ഒരു എയ്റോ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെറിയൊരു രീതിയിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 1913 ഒരു സ്പാനിഷ് ആയിട്ടുള്ള ആൾ, അയാളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് നയാഗ്ര പാർക്സ് അത് ഏറ്റെടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന സാധനം 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സാധനമാണ്. ഏകദേശം ഒരു 110-112 വർഷം പഴക്കമുള്ള സാധനമാണ്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എത്തുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ആസ് യൂഷ്വൽ US ബോർഡർ തന്നെയാണ്. ഒരു 10-30 പേരെങ്കിലും ഈ ഇതിൽ കയറും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല സേഫാണ്, നല്ല രസമാണ് ഇവിടെ നിന്നുകൊണ്ട് ഇത് കാണാനായിട്ട്. കണ്ടോ ആ വേൾപൂൾ നോക്ക്, നല്ല ഭംഗിയില്ല. അത് ശരിക്കും വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് അവിടെ നിന്നുകൊണ്ട്. വേറെ ആളുകൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടം ശരിക്കും പാറക്കെട്ട് പോലെയാണ്. നമ്മൾ ഇതിൻ്റെ അറ്റം വരെ പോയിട്ട് തിരിച്ച് അതേപോലെ തന്നെ വരും. അപ്പം നിങ്ങൾക്ക് ഇത്രയും കണ്ടതിൽ എല്ലാം തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു നൈറ്റിലുള്ള ഒരു ക്ലിപ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ക്ലിഫ്റ്റൺ ഹില്ലിൽ കൂടെ നൈറ്റിൽ ശരിക്കും ഒരു വാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രസമാണ് അവിടെ ഒന്ന് പോയി നിൽക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ലാസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാനിപ്പോൾ ഈ 2-3 എണ്ണേ കാണിച്ചുള്ളൂ. ഇനി സമയം കിട്ടുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പോകുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാണണം, ഉറപ്പായിട്ടും കാണണം. ഇതാണ് സ്കൈ വീല്. ഇവിടെ നമ്മളിതുവരെ പോയിട്ടില്ല, പോകണം. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. നമുക്ക് നൈറ്റിൽ മൊത്തം ലൈറ്റ്സ് ആണ് കേട്ടോ. ഇനി ഒരു ദിവസം ഞാൻ ഇതിൻ്റെ തന്നെയായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് ശരിക്കും ഹണിമൂൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഹണിമൂൺ ക്യാപിറ്റലാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഇൻഫർമേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഒരുപാട് വലിയ പ്രോമിസൊന്നും അല്ല കേട്ടോ. ചെറിയ ചെറിയ ഇൻഫർമേഷൻസോ അങ്ങനെ എന്തെങ്കിലും ടിക്കറ്റിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.